ഏവർക്കും നമസ്തേ. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഡോക്ടർ കൽക്കി, PhD പൊളിറ്റിക്കൽ സയൻസസ്. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് 2026 ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിത്താർ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നതായ വിവരം നിങ്ങളെ ഏവരെയും സഹൃദയം അറിയിക്കുകയാണ്. ചങ്ങനാശ്ശേരി താലൂക്കിൽ മാടപ്പള്ളി വില്ലേജിൽ മാമല എന്നുള്ള സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം. എൻ്റെ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ തന്നെയും കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി യൂറോപ്പിൽ ലിത്വേനിയ എന്നുള്ള രാജ്യത്തായിരുന്നു. എങ്കിൽ പോലും എൻ്റെ ഈ വിദ്യാഭ്യാസവും ജോലിയും ഈ ശബ്ദവും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാനുള്ള ഈ കരുത്തും ഉള്ളതെല്ലാം എന്നെ വളർത്തി വലുതാക്കിയ ഈ മണ്ണിൽ നിന്നുമാണ് രൂപപ്പെട്ടത്. ഞാൻ നേടിയതെല്ലാം എനിക്ക് മാത്രമാണ് എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് എന്നെ വളർത്തിയ ആളുകൾക്കും ഈ സമൂഹത്തിനും വേണ്ടിയാണ്, ഈ സംസ്കാരത്തിന് വേണ്ടിയാണ്. ഒരു ഗവേഷകനായി യൂറോപ്പിൽ യാത്ര ചെയ്യുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്തും ആ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളെപ്പറ്റിയും അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങളെപ്പറ്റിയും പഠിക്കുവാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് അവരുടെ ജനങ്ങളെ സംരക്ഷിക്കുക, എങ്ങനെയാണ് യഥാർത്ഥമായിട്ടുള്ള നേതൃത്വം ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പേ അത് തടയുക എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തതയോടും ധൈര്യത്തോടും പ്രതിബദ്ധതയോടും കൂടിയാണ് ഞാൻ ഈ നാട്ടിലേക്ക് തിരികെ ഇപ്പോൾ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പിലേക്ക് ആയിരിക്കുന്നത്. അത് ഒരു വലിയ പ്രതിബദ്ധതയുടെയും ഒരു വലിയ ദൈവികമായിട്ടുള്ള പദ്ധതിയുടെയും ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശബ്ദത അപകടകരമാണ്, കാലതാമസം മാരകമാണ്, നിഷേധം നമുക്ക് സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത്തരമൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളേവരും താമസിക്കുന്നത്, ജീവിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ വ്യക്തി എന്നുള്ള ഒരു നിലയിലല്ല, ഒരു സഹപ്രവർത്തക, ഒരു സഹമനുഷ്യ എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു സമൂഹത്തിന് സത്യത്തിൽ എത്ര കാലം, എത്ര നേരം സത്യത്തിൽ നിന്നും മാറി നിൽക്കുവാൻ കഴിയും? ദശലക്ഷക്കണക്കിന് ജീവന് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ളത്. എങ്ങനെ നമ്മളുടെയൊക്കെയും നമ്മുടെ പ്രകൃതിയുടെയും നിലനിൽപ്പിനെ വെച്ചുകൊണ്ട് ചൂതാട്ടം നടത്തുവാൻ നമുക്ക് സാധിക്കും? പ്രായമായിരിക്കുന്ന ഒരു ഘടന അല്ലേ, അതാണ് മുല്ലപ്പെരിയാർ ഡാം. ഇത് എന്ന് ഡീകമ്മീഷൻ ചെയ്യും എന്ന് കേരള സമൂഹത്തിനും ഇതിലുള്ള ഓരോ ജനങ്ങൾക്കും, ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ സമൂഹത്തിനും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും സമാധാനമായി സ്വസ്ഥമായി നിലനിൽക്കുവാൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുകയോ നിശബ്ദരാവുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് നമുക്ക് ചുറ്റും ഇന്നുള്ളത്. ഇത് അതിജീവനത്തിൻ്റെ ചോദ്യങ്ങളാണ്. കാരണം ഇടുക്കിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിന് ഇന്നത്തെ പഴക്കം നിങ്ങൾക്കറിയാമോ? ഏകദേശം 130ഓളം വർഷങ്ങൾക്ക് അപ്പുറമായിട്ടുണ്ട്. 1979 വിവിധ തരത്തിലെ പഠനങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ ദുർബലതയെപ്പറ്റി മനസ്സിലാക്കുകയും 2010-നും 2012-നും ഇടയിൽ വിവിധ തരത്തിലെ പഠനങ്ങൾ, എംപവേർഡ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവ ഘടനാപരവും ജലശാസ്ത്രപരവുമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അണക്കെട്ട് സുരക്ഷിതമാണ്, എന്നാൽ ഭാവിയിലെ അതിതീവ്രമായിട്ടുള്ള മഴയോ ഭൂകമ്പ പ്രവർത്തനമോ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ പ്രതിരോധിക്കുമോ എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടൊരു മറുപടി നൽകിയിട്ടും ഇല്ല. എന്നാൽ ആ മറുപടി നൽകി ഇല്ലാത്ത ആ ഒരു സാഹചര്യം നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. പഴയ കാലാവസ്ഥയല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പഴയ കാലാവസ്ഥകളെ വെച്ചുകൊണ്ട് അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരം തന്നെയാണ്. മേഘ വിസ്ഫോടനങ്ങളും അഭൂതപൂർവമായിട്ടുള്ള മഴയും തുടർച്ചയായിട്ടുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും നിറഞ്ഞൊഴുകുന്ന ജലസംഭരണികളും ഒക്കെ തന്നെയും കേരള സമൂഹം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും സാക്ഷ്യം വഹിക്കുകയുണ്ടായതാണ്. ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനെ സംബന്ധിച്ച് വിവിധമായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ ശാസ്ത്രജ്ഞരൊക്കെ തന്നെയും പരസ്യമായിട്ട് പ്രസ്താവിച്ചിട്ടുമുണ്ട്. 2021 മൺസൂൺ സമയത്ത് ജലനിരപ്പ് ഏകദേശം 139.5 അടിയായിട്ട് സുപ്രീം കോടതി പരിമിതപ്പെടുത്തി. 2025 എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഒന്നുകിൽ അത് മാറ്റി സ്ഥാപിക്കുന്നതിനെ പറ്റിയോ അതല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുന്നതിനെ പറ്റിയോ രണ്ട് സർക്കാരുകളും തമ്മിൽ ഉചിതമായിട്ടുള്ള തീരുമാനം വേണം, അതിലൊരു ഉറച്ച തീരുമാനം വേണം എന്നുള്ള തരത്തിൽ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെയും മുല്ലപ്പെരിയാർ ഡാം വളരെയധികം ഭയാനകമായിട്ടുള്ള അവസ്ഥ കേരള സമൂഹത്തിനും നമുക്ക് മാത്രമല്ല നമ്മുടെ നെയ്ബറിങ് സംസ്ഥാനത്തിനുമൊക്കെ തന്നെയും ബുദ്ധിമുട്ടിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു വസ്തുത ഇനിയും കണ്ണടച്ച് കണ്ടു നിൽക്കുവാനായിട്ട് സാധിക്കാത്തതിനാലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കേരള സംസ്ഥാനം ബൈ സൈസ് ഇറ്റ്സ് വെരി സ്മോൾ എങ്കിൽ പോലും ജനസാന്ദ്രത വളരെ വളരെ വലുതാണ് അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിന്. എന്നാൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പോപ്പുലേഷൻ വരുമ്പോൾ ഒരുപാട് ജനസാന്ദ്രതയുണ്ട്. മുല്ലപ്പെരിയാറിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 11 ലക്ഷത്തിൽ കൂടുതൽ ഉള്ള ആളുകൾ ഇടുക്കി ജില്ല, പിന്നീട് കോട്ടയം ജില്ല വരുന്നു, എറണാകുളം ജില്ല വരുന്നു, തൃശ്ശൂരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെയും പലപ്പോഴും പല ആളുകളും സമൂഹത്തിനെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി വാൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കൊന്നും തന്നെയും വളരെ കർശനത്തോടുകൂടി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുവാനും വേണ്ട ഭേദഗതികൾ നിയമനിർമ്മാണം മുഖേന സാധൂകരിക്കുവാനും പരിഹരിക്കുവാനും സാധിക്കുന്നില്ല എന്നുള്ളത് ഇനിയെങ്കിലും നാം ചിന്തിക്കേണ്ട സമയമൊക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളൊക്കെ തന്നെയും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അങ്ങേയറ്റം നേരിടാനായിട്ട് പോകുന്ന ജില്ലകളാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഏകദേശം 85 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് നേരിട്ട് വിവിധ തരത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ കൺസ്ട്രക്ഷനാണ് മുല്ലപ്പെരിയാർ. അതുകൊണ്ട് നാം വീണ്ടും വീണ്ടും സ്വയം ചോദിക്കണം, ഇത്രയും അധികം പഴക്കമുള്ള ഒരു സംവിധാനത്തിനെ ഇനിയും എത്ര കാലം കണ്ടില്ല എന്ന് അവഗണിക്കുവാൻ, കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ സാധിക്കും? എൻ്റെ തത്വം എപ്പോഴും ഒന്നാണ്, ജീവിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കും നമുക്കേവർക്കും തുല്യമായിട്ട് ഉള്ളതാണ്. ജീവിക്കുവാനുള്ള അവകാശത്തോടൊപ്പം തന്നെ സുരക്ഷയോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം, ഭയമില്ലാതെ ഉറങ്ങുവാനുള്ള അവകാശം. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമല്ല. നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരി സഹോദരന്മാർക്ക് കൃഷിക്കായിട്ട് വെള്ളത്തെ ആശ്രയിക്കുകയും അവർക്ക് വേണ്ടപ്പെട്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. അതോടൊക്കെ തന്നെയാണ് കേരള സംസ്ഥാനത്തിലെ ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ അനിവാര്യമാണ്. തുടർച്ചയായി വന്ന കേരള സർക്കാരുകൾ, ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, കേരള സർക്കാരുകൾ എന്തുകൊണ്ട് ഈ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുവാൻ പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം, സ്വയം ചോദിക്കണം. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ആരും ഉത്തരവാദിത്തപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നില്ല. 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ മധ്യകേരളം തകരും എന്നാണ് പറയപ്പെടുന്നത്. കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങൾ, കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ, ഇവിടേക്കൊക്കെ വെള്ളം ഇരച്ചു കയറും. കോതമംഗലം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളം ജില്ലയിലെ ആളുകളൊക്കെ തന്നെയും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടും. വിമാനത്താവളം വെള്ളത്തിനടിയിലാകും, മെട്രോ സിസ്റ്റം തകരാറിലാകും, ആശുപത്രിയെ, ടെക്നോ പാർക്കുകൾ, ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെയും ബുദ്ധിമുട്ടിലാകും. ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം
20 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ കായലുകളുണ്ട്, അല്ലേ, കനാലുകളുണ്ട്. ചരിത്രപരമായ വെള്ളപ്പൊക്കത്തെ എങ്ങനെ നമ്മൾ നേരിടും? പത്തനംതിട്ട ജില്ല, തൃശ്ശൂർ, കാര്യം ഇവിടെയൊക്കെ സ്പിൽവേ ഉണ്ട്. അപ്പം ഈ വെള്ളം നിറഞ്ഞു കവിയുമ്പോൾ എന്ത് ചെയ്യും? ആളുകളെയൊക്കെ എങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കും? സമയബന്ധിതമായിട്ട് ഒഴിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ 10,000-കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചേക്കാം. സാമ്പത്തിക നഷ്ടം മറ്റൊരു വശത്ത്.